പെട്ടെന്ന് പോക്കറ്റ് നോക്കണം. പോക്കറ്റ് നോക്കിയാൽ പൈസ ഇല്ലെന്ന് മനസ്സിലായി. അയാളുടെ പണിക്ക് അയാൾ വിശ്വസിക്കണം. അയാൾ ടോർച്ചർ ചെയ്യണം. അപ്പം മൂക്കിൽ നിന്ന് ചത്തിച്ച് ചോര എടുക്കുകയാണ്. അപ്പോൾ അവൻ്റെ ഒരു പേപ്പർ സൈൻ ചെയ്യാൻ പറയാം. അവൻ പറഞ്ഞ് ഇങ്കില്ലല്ലോ എന്ന് പറയാം. പറഞ്ഞു നിന്റെ മൂക്കിലുള്ള ബ്ലഡ് എടുത്ത് സൈൻ ചെയ്യാൻ പറയാം. അപ്പോൾ മൂക്കിൽ നിന്ന് ബ്ലഡ് എടുത്ത് അവൻ കയ്യിൽ വെച്ച് സൈൻ ചെയ്യണം. എനിക്ക് 1 മാസത്തിനകത്ത് എങ്ങനെയെങ്കിലും പൈസ തരണം. അപ്പം പറഞ്ഞു എങ്ങനെയെങ്കിലും തന്ന് തീർക്കാം എന്ന് അവൻ പറയുകയാണ്. എനിക്ക് ആ ലേഡിയുടെ അടുത്ത് പോയിട്ട് നേരത്തെ കുറച്ച് തിപ്പം വാങ്ങിയാണ്. അപ്പോൾ ആ പൈസ വാങ്ങിക്കാൻ നേരെ ഒരു ഗെയിമിംഗ് സിസ്റ്റത്തിൽ വന്നിട്ട് ഒരു പാവ എടുക്കാൻ ശ്രമിക്കും. അവൻ്റെ മോക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ചെയ്യും. അപ്പോൾ എത്ര ശ്രമിച്ചിട്ട് അവനെ കൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു പയ്യ അവിടെ നിന്ന് അങ്കിൾ നിങ്ങൾ കളിക്കുന്നത് തെറ്റാണെന്ന് പറയുന്നത്. അപ്പോൾ ആ പയ്യൻ കളിക്കുകയാണ്. അവൻ എടുത്ത പാവന് കാണിച്ചു കൊടുക്കുക. എനിക്ക് ഒരു പാവ എടുത്ത് കൊടുക്കുകയും വലിയ സന്തോഷത്തിൻ്റെ മോളെടുത്ത് പോവുകയാണ്. അപ്പോൾ ഇതുപോലെ അവൻ്റെ മുഖത്ത് പാടെനിക്ക് മോൾ എന്താണ് ചോദിക്കും. ഡാഡിയും ചോദിക്കുമ്പോൾ അവൻ പറയും ഇതുപോലെ ഞാൻ വീണതാണോ വേറെ ഒന്നുമില്ല നീ കരിക്കുന്നു പറയും. എനിക്ക് മോളെ കൊണ്ടാക്കുകയാണ് വൈഫിൻ്റെ അടുത്ത്. കൊണ്ടാക്കിയിട്ട് അവൻ തിരിച്ച് വീട്ടിലോട്ട് പോണ വഴി മെട്രോയിൽ പോവുകയാണ്. മെട്രോയിൽ പോയി മെട്രോ ട്രെയിൻ കിട്ടിയില്ല. അപ്പോൾ അവിടെ വന്ന് അവ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു സ്കൂട്ടറിട്ട് ഒരാൾ കണ്ടിട്ട് കോട്ട് സ്കൂട്ടറിട്ട് ഒരാൾ പെട്ടിയും കൊണ്ട് വരികയാണ്. അപ്പോൾ ഒരു ഗെയിം കളിക്കുമെന്ന് ചോദിക്കുകയാണ് അവൻ്റെ. അപ്പോൾ ആദ്യം വിശ്വസിക്കില്ല. അപ്പോൾ അവൻ്റെ അടുത്ത് പറയുന്നത് ഇത്രയും ഈ ഗെയിം നീ കളിച്ചാൽ നിനക്ക് ഇത്ര രൂപ തരാം പറഞ്ഞാൽ പെട്ടി തുറന്ന് കാണിക്കുകയാണ്. അപ്പോൾ അവൻ വിശ്വസിക്കാം. അപ്പോൾ നീ തോറ്റാൽ നീ എനിക്ക് പൈസ തരണം, ഇല്ലെങ്കിൽ ഞാൻ നിനക്ക് ഓരോ അടി വെച്ച് തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അവൻ തോറ്റുകൊണ്ടേയിരിക്കും. അടി വാങ്ങിക്കൊണ്ടേയിരിക്കും. അയാൾ കൊടുത്തുകൊണ്ടേയിരിക്കും. അടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ തോറ്റുകൊണ്ട് ആ അടി വാങ്ങുകയാണ്. പെട്ടെന്ന് അവൻ ജയിക്കുകയാണ്. അപ്പോൾ അവൻ സന്തോഷം കൊണ്ട് ഇപ്പോൾ അയാൾ അടിക്കാമല്ലോ എന്ന് പറഞ്ഞാൽ അടുത്തോട്ട് പോകുമ്പോൾ അയാൾ പറയും ഞാൻ പൈസ തരാമെന്ന് പറയും. അപ്പോൾ പൈസ വാങ്ങാൻ പോവുകയാണ്. പെട്ടെന്ന് പൈസ വാങ്ങിച്ചാൽ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ ഇതുപോലെ പറയും നമ്മളുടെ ഒരു ഗെയിം ഉണ്ട്, ആ ഗെയിം നിനക്ക് കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് അപ്പോൾ ആ ഗെയിം എവിടെയാണ് നടക്കുന്നത് ചോദിക്കും. അതൊന്നും പറയില്ല. നിനക്കൊരു കാർഡ് തരാൻ നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അയാളൊരു കാർഡ് കൊടുക്കുകയാണ്. അപ്പോൾ അവൻ വേണ്ടി ചോദിക്കുകയാണ്. അപ്പോൾ അയാളൊരു കാർഡ് കൊടുത്ത് അയാൾ പെട്ടെന്ന് പോകണം. അവൻ വീട്ടിലേക്ക് കുറച്ച് മീൻ വാങ്ങിക്കാൻ വീട്ടിലത്തേക്ക് അവൻ്റെ അമ്മയുടെ അടുത്തൊരു അമ്മ പറയുകയാണ് നിന്റെ മോൾ ഇതുപോലെ അമേരിക്കയിൽ പോകാൻ പോവുകയാണെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പൈസ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് മോളെ നമ്മുടെ അടുത്ത് നിർത്താമെന്ന് പറയുകയാണ്. അപ്പോൾ അവൻ പെട്ടെന്ന് അവൻ ഓർമ്മ വരികയാണ് ആ നമ്പറിൽ നമുക്ക് കിടക്കാൻ പോകുമ്പോൾ ആ നമ്പറിൽ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഒരു ബസ് സ്റ്റോപ്പിനോട് വന്നാൽ മതി. അപ്പോൾ ഒരു കാറ് വരും. കാറ് കയറുമ്പോൾ അയാൾ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു കാറ് വന്നു. നോക്കിയപ്പോൾ ഒരു മാസ്ക് ഇട്ട് അയാൾ അതിൻ്റെ അകത്തിരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഗെയിമിൻ്റെ താണെന്ന് ചോദിച്ചപ്പോൾ ഗെയിമിൽ കളിക്കാനാണ് പെട്ടെന്ന് കയറുന്നു പറഞ്ഞു. അപ്പോൾ കയറിയപ്പോൾ കാറിൻ്റെ ഡോർ അടിച്ചു. പെട്ടെന്ന് ഒരു പുക വന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അടുത്ത എപ്പിസോഡിൽ ബാക്കി കഥ പറയും.